മത്തായി 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. അതെ, മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ഈ വചനം ഈ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ദൈവവചനം ബൈബിളിൽ ഏറ്റവും ഏറ്റവും അനുഗ്രഹീതമായ വചനമാണ്. വചനം മാംസമായി എന്ന് പറയുന്നതിൻ്റെ സത്യമാണ്. 100 സാക്ഷ്യങ്ങളാണ്. നമ്മുടെ കൂട്ടായ്മയിൽ ശ്രുതിമോൾക്ക് 29 വയസ്സായി. അവൾക്കൊരു ജോലി ആയില്ല, അവർക്ക് കല്യാണമായില്ല. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി എനിക്ക് ജോലിയില്ലാതെ, അച്ഛന് സുഖമില്ല, അച്ഛന് ജോലി ചെയ്യാൻ സാധിക്കത്തില്ല, ആങ്ങളയ്ക്ക് ജോലിയില്ല, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നു തരാമോ ചേച്ചി? ശരി, മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാകുമെന്ന് പറഞ്ഞ വചനം മോളെ നീ 1000 പ്രാവശ്യം എഴുത്. അവള് 1000 പ്രാവശ്യം പോട്ടു 600 പ്രാവശ്യം ആയപ്പോൾ തന്നെ അവൾക്ക് നല്ലൊരു ജോലി കിട്ടി. അതുപോലെ തന്നെ കേരള പോലീസിൽ മോക്ക് ജോലി കിട്ടി. അവൾക്ക് 3 വർഷമാണ് ജോലിയില്ലാതെ അവൾ ബുദ്ധിമുട്ടുന്നു. അച്ഛനില്ല, അമ്മ, 3 മക്കള്. മോള് എന്നും വിളിച്ചു പറയും, ചേച്ചി എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേന്ന്. വചനം എഴുതി 1000 പ്രാവശ്യം എഴുതാൻ പറഞ്ഞു. 1000 പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് അവൾക്ക് കേരള പോലീസിൽ ജോലി കിട്ടി. അതുപോലെ തന്നെ മറ്റൊരു മോള്, അവൾക്ക് വീടില്ല, അവൾക്ക് ഒരു വാടക വീട് മതി. ആ വാടക വീട്ടിലേക്ക് മാറാനായിട്ട്, വീട്ടിൽ ഭർത്താവ് വളരെ മദ്യപാനിയാണ്, വീട്ടിലൊരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല. മോളെ നീ വചനം എഴുത്, നിന്റെ ഭർത്താവിന് മദ്യപാനം നിർത്തി നിനക്ക് വീട് കിട്ടും. 1000 പ്രാവശ്യം എന്നുള്ളത് 700 പ്രാവശ്യമായപ്പോഴേ അവൾക്ക് വീട് കിട്ടി. അവിടെ ഭർത്താവിന് മദ്യപാനം നിന്നു, അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ വീട്ടിലേക്ക് പോയി. അതുപോലെ തന്നെ 5 സെന്റ് സ്ഥലം വേണം. ആ 5 സെന്റ് സ്ഥലം മേടിക്കാൻ 1 രൂപ പോലും കയ്യിലില്ല. പക്ഷെ വിളിച്ചു പറഞ്ഞു, ചേച്ചി എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ചേച്ചി എനിക്കൊരു വചനം പറഞ്ഞതാ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാവും. 1000 പ്രാവശ്യം എഴുത്. 1000 പ്രാവശ്യം എഴുതി. പറഞ്ഞ 3 മാസത്തിന് കാലാവധിയാണ് പറഞ്ഞത്. ഈശോപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു ഒരു 3 മാസം. പക്ഷെ 3 മാസത്തിന് മുമ്പ് ഈ വചനം എഴുതിയപ്പം പഞ്ചായത്തിൽ നിന്ന് അവർക്ക് വീടിന് വേണ്ടി ലോൺ അനുവദിച്ചേക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശു ആരാധന. അതുപോലെ തന്നെ വയറിൽ മുഴയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ മുഴ ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന്. ഓപ്പറേഷൻ ചെയ്യാതെ ആ മഴ പോകത്തില്ല. ചേച്ചി എൻ്റെ വയറിൽ മുഴയാണ്, ചേച്ചി പ്രാർത്ഥിക്കണം, എനിക്കൊരു വചനം തരണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? യേശുവിൻ്റെ തിരുനാമത്തിൽ, യേശുവിൻ്റെ തിരുരക്തത്താൽ ചേച്ചി മനുഷ്യന് അസാധ്യമാണ് ദൈവത്തിന് സാധ്യമാകുമെന്ന വചനം ചേച്ചി 1000 പ്രാവശ്യം എഴുതിയിട്ട് ചേച്ചി ഹോസ്പിറ്റലിൽ പോകും. അവർ 1000 പ്രാവശ്യം എഴുതി. 1000 പ്രാവശ്യം എഴുതി ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. ഡോക്ടർക്ക് പോലും അത്ഭുതം, ഈ വയറ്റിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡേറ്റ് ഇട്ടിരുന്ന മുഴ എവിടെ പോയി? അപ്പോൾ അത്ര പ്രധാനപ്പെട്ടതാണ്. അതായത് വചനം മാംസമായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മത്തായി 19:26 കൂടി നടന്നിരിക്കും. അത് പറഞ്ഞാൽ തീരത്തില്ല, അത്രയ്ക്ക് സാക്ഷ്യമുണ്ട്. എല്ലാവരും ഇത് കേൾക്കുന്ന നിമിഷം 1000 പ്രാവശ്യം എഴുതുക, മനുഷ്യന് സാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങൾക്ക് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ കേൾക്കുന്നത് ആരും ആയിക്കോട്ടെ, ഏത് സമയത്തായിക്കോട്ടെ കേൾക്കുന്നത്, വചനത്തിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അടിപ്പിണരുകള, യേശുവിന്റെ തിരുരക്തത്താൽ ഞാൻ ഉറച്ചു പറയുന്നു, മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാകുന്നു. എനിക്ക് പിത്താശയത്തിൽ കല്ലായിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ആ പിത്താശയത്തിൽ കല്ലിൽ പ്രത്യാശയം റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാകുന്ന വചനം എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കത് നോർമലായി, പിത്താശയം ഓപ്പറേഷൻ ചെയ്യാതെ എൻ്റെ യേശുപ്പൻ എന്നെ അത് സൗഖ്യമാക്കി. അപ്പോൾ എൻ്റെ അനുഭവമാണ്. എൻ്റെ അപ്പൻ എന്നെ തൊട്ടെങ്കിൽ അപ്പൻ എല്ലാവരുടെയും മക്കളാണ്. അപ്പൻ തൊട്ടിരിക്കും. നിങ്ങളുടെ ഏതും ചെറുതും വലുതുമായ എന്ത് വിഷയങ്ങളാണോ കർത്താവ് പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം, ഒരിക്കലും കർത്താവ് നമ്മളെ പരീക്ഷിക്കത്തില്ല. കാരണം നമുക്ക് ഏറ്റവും ഉന്നതമായ ഒന്ന് തരാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഓരോ സഹനങ്ങളും, നമുക്ക് താങ്ങാവുന്ന സഹനങ്ങളെ കർത്താവ് നമുക്ക് തരാറുള്ളൂ. പക്ഷെ നമ്മൾ ആ നിമിഷം വിചാരിക്കും കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെന്ന്. ആ സെക്കൻഡ് നമ്മൾ വിചാരിക്കും, ദൈവം എന്നെ മറന്നോ, എന്നെ ഉപേക്ഷിച്ചോ എന്ന്. പക്ഷെ അങ്ങനല്ല. കർത്താവ്
എത്രത്തോളം സഹനം തരുന്നു, അത്രത്തോളം ഉന്നതമായ ഒരു വിജയത്തിലേക്ക്, നമ്മൾ കാണാത്തത്ര സന്തോഷത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കും. അത് ഉറപ്പാണ്. പക്ഷെ കർത്താവ് നമുക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അന്നേരം കൂട്ടിക്കോണം നമുക്ക് സഹനങ്ങളും പ്രശ്നങ്ങളും നമുക്ക് ഉറപ്പാണ്. പലരും നമ്മളെ തള്ളിപ്പറയും, പലരും നമ്മളെ വെറുക്കും. നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്തിരുന്നവര്, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവര്, നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് തന്നിരുന്നവര്, അവര് നമ്മളെ തള്ളിപ്പറയും. അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ കരുതിക്കോണം കർത്താവ് നമ്മളെ ഉയർത്താൻ പോകുന്നെന്നും. അതുപോലെ നമുക്കൊരു ജോലി ഉണ്ടായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ജീവിത മാർഗം ഉണ്ടായിരുന്നായിരിക്കാം, അത് നമുക്ക് അടഞ്ഞിരിക്കും. ആ ഒരു വാതിൽ അടയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജീവിത മാർഗം അടയുമ്പോൾ, അപ്പോൾ ഒരു വരുമാന മാർഗം അടയുമ്പോൾ നമ്മൾ കരുതിക്കണം കർത്താവ് ഒരു വാതിൽ അടയുമ്പോൾ നമ്മൾക്ക് 9 വാതിൽ തുറക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥമാകണ്ട, സമാധാനമായി എബ്രഹാമിനെ അനുഗ്രഹിച്ച പോലെ എബ്രഹാമിനെ അനുഗ്രഹിക്കാൻ കർത്താവ് ചെയ്ത ഏറ്റവും വലുതാണ് അവിടുത്തെ അവിടുത്തെ സഹനങ്ങൾ, അവിടുത്തെ പീഡകൾ. ആ ഒരു പീഡകളെ അബ്രഹാമിനെ ലോകത്തിന്റെ ദൈവമായി പ്രഖ്യാപിച്ചെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിമിഷം ആരൊക്കെയാണോ, എവരൊക്കെയാണോ, ഏത് സങ്കീർണ അവസ്ഥയിലാണോ, ഏത് പ്രതിബന്ധത്തിലാണോ, ഏത് രോഗാവസ്ഥയിലാണോ, ഏത് വിവാഹ തടസ്സം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണോ, ജോലി തടസ്സമാണോ, എങ്കിലും ഞാൻ പറയുന്നു, ഞാൻ ആരുമല്ല, ഒരു കൃമിയാണ്. പക്ഷെ എൻ്റെ അപ്പനെ എനിക്ക് വിശ്വാസമാണ്. 100 പേർക്ക് എൻ്റെ ഗ്രൂപ്പിൽ, എൻ്റെ കൂട്ടായ്മയിൽ ഈ മനുഷ്യന് സാധ്യമായെന്ന വചനം 1000 പ്രാവശ്യം എഴുതി സാധ്യമായെങ്കിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഇത് സാധ്യമാവുന്നു എങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ സ്തുതിയായിരിക്കണമേ. ആമേൻ.